നമ്മൾ വന്ന ലോറിയുടെ മോളുവശം ഇവിടെ മുട്ടി. ഈ സാധനം ഏതൊരു വണ്ടി തട്ടിയിട്ട് ഒടിഞ്ഞു. ഇങ്ങനെയൊക്കെ വന്ന് പെട്ടാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫയർഫോഴ്സ് ഇപ്പോൾ വരണുള്ളൂ. ഇപ്പോഴാണ് കേട്ടോ എനിക്കത് ടിപ്പറാന്നുള്ളത് മനസ്സിലായി. അത് എല്ലാത്തിനും വെവ്വേറെ ആൾക്കാരാണ്. ഈ വണ്ടികൾ നോക്കി കുറേ എണ്ണം കയറ്റി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്നലെ വന്നപ്പോൾ ഈ വണ്ടിയുടെ ഒരു അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫ്ലോറസെന്റ് പച്ചാന്ന്. അജീഷ് ഇനിയിപ്പോൾ അതിൽ കിടന്ന് പോരുന്നു കേട്ടോ. ഈ റോഡ് സിറ്റിയുടെ ഉള്ളിൽ ഇത്ര വലിയ തിരക്കില്ല അല്ലെ. മീഡിയേറ്റർ ആയിട്ട് വെച്ചിട്ടുള്ളത് മറ്റേ ബൈക്കുകളോ. പോരെ 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 വേണ്ട. അതിന് പിന്നിൽ അജീഷും വരുന്നു കേട്ടോ. അങ്ങനെ അജീഷ് വണ്ടി എടുത്ത് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മരം ഇറക്കിയ സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ഇന്ന് ഓട്ടോ ഒന്നും പ്രത്യേകിച്ച് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വണ്ടി എടുത്ത് ഇറങ്ങാണ്. അവിടെ ഇതിൽ കൂടുതൽ സമയം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ലോഡ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറ്റാനുള്ള പരിപാടിക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ ലോഡ് കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ലോഡ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് പുറത്ത് കൊണ്ടുവന്ന് ഇടാൻ വണ്ടി ആദ്യം. എന്നിട്ട് ആരെങ്കിലും വിളിച്ച് നോക്കി. കുറേ ആൾക്കാരെ വിളിച്ചു, ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇപ്പോഴാണ് കേട്ടോ ഒരു ഓട്ടം സെറ്റായത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോഴിത്തീറ്റി എടുത്തിട്ട് നമ്മൾ പോകാൻ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ വയനാട്ടേക്കാണ്. അപ്പോൾ വയനാട്ടേക്കുള്ള ഓട്ടം ആദ്യം ഇങ്ങനെ ചുരമൊക്കെ ആയതുകൊണ്ട് അതിങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ വേറെ ഓട്ടം ഒന്നും ഈ സമയമായിട്ടും വരാത്തത് കാരണം പിന്നെ നമ്മൾ വയനാട്ടിലേക്കുള്ള ഓട്ടം അങ്ങോട്ട് എടുത്തു. അപ്പോൾ അതങ്ങോട്ട് കയറ്റിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് രാത്രി ആയാലും ഈ സ്ഥലത്ത് കയറ്റും. അപ്പോൾ ഞങ്ങൾ രാത്രി കയറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോണത് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ലോറി ഉണ്ടായിരുന്നില്ലേ, കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ലോറിയിലാണ് കേട്ടോ അപ്പോൾ പോണത്. നമ്മളവിടെ തടി ഇറക്കിയോർത്ത് പൊടിയും കൊണ്ട് വന്നിട്ടുള്ള വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ വണ്ടിയിലാണ്. ആ ചേട്ടൻ നമ്മുടെ അജീഷിൻ്റെ പുറകിൽ വരുന്നുണ്ട്. കണ്ടോ, അജീഷ് പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ മുന്നിൽ വന്ന കാരണം വഴി ഈ ചേട്ടന് അറിയാം അവിടേക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചേട്ടൻ്റെ വണ്ടിയിൽ കയറി ഇങ്ങനെ പോകുന്നതായിരുന്നു. ചേട്ടൻ്റെ പേരത്തും പറയും പ്രമോദ് എന്ന് പറഞ്ഞ ചേട്ടനാട്ടോ. അപ്പോൾ ആ ചേട്ടന് ഇവിടുത്തെ വഴിയും കാര്യങ്ങളും അതേപോലെ ഈ കമ്പനിയിലേക്ക് എപ്പോഴും വരുന്നത് കൊണ്ട് ആ ചേട്ടന് കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ആ ചേട്ടൻ്റെ വണ്ടിയിൽ ഞാൻ മുന്നിൽ കയറി ഒന്ന് പോകുന്നു. കാരണം ടൗണിൻ്റെ ഉള്ളിൽ ഒരു 3-4 കിലോമീറ്റർ പോകുന്നത്. അത് മൊത്തം ഫുൾ തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ മറ്റേ രാജാവിന് വഴി തെളിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ വഴി തെളിക്കാനായിട്ട് മുന്നേ ഞാനും ചേട്ടനും കൂടിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. അജീഷ് പിന്നിൽ വരുന്നുണ്ട്. ഹൈറ്റ് കൂടി ലോഡൊന്നും വന്നു കഴിഞ്ഞാൽ പോവില്ല കേട്ടോ. കണ്ട കറക്റ്റുള്ള ചേട്ടൻ്റെ ക്യാബിൻ മുട്ടില്ലല്ലോ. വളഞ്ഞിട്ടുണ്ടല്ലേ. അയ്യോ, ഞാൻ നോക്കണോ? നോക്കാം. നമ്മൾ വന്ന ലോറിയുടെ മോളുവശം ഇവിടെ മുട്ടും. അപ്പോൾ ക്യാബിൻ അതിപ്പോൾ മുട്ടുന്നതുകൊണ്ട് തന്നെ പോകാൻ വഴിയില്ല. ഈ സാധനം ഏതൊരു വണ്ടി തട്ടിയിട്ട് ഒടിഞ്ഞു പോയിട്ട് ഇവിടെ വളഞ്ഞു പോയി. കണ്ടോ. അപ്പോൾ അത് കാരണം പറ്റില്ല. ആളാ വഴിക്ക് കയറിപ്പോയി. നമ്മുടെ വണ്ടി പുറകിൽ നിർത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്ക് വന്നിട്ടേ ഇങ്ങടേക്ക് ബാക്ക് വയ്ക്കാം അല്ലേ. ഇങ്ങനെയൊക്കെ വന്ന് പെട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു രക്ഷയില്ല. വേണ്ട, കറക്റ്റാണ്. ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് ഇതിൽ വന്നിട്ട് അതിലെ വട്ടം അടിച്ചെടുക്കണം. ബാ അജീഷ് ഇനിയിപ്പോൾ അതിൽ കിടന്ന് പോരുന്നു കേട്ടോ. അജീഷ് സിമ്പിളായിട്ട് പോരും. അപ്പോൾ അജീഷിൻ്റെ ക്യാബിൻ്റെ ഹൈറ്റും ഇവൻ്റെ ക്യാബിൻ്റെ ഹൈറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ദേ നോക്കി അവിടെ തന്നെ ഒരഞ്ഞിട്ടാണ് പോണേ പുള്ളിയുടെ. എന്ത് ക്യാബിൻ ഹൈറ്റ് അപ്പോൾ എൻ്റെ പൊന്നെ, കറക്റ്റാണ് ആ റായില്. നമ്മുടെ ഒക്കെ എന്ത് ഹൈറ്റ് ഓരോ ക്യാബിൻ പൊക്കി കെട്ടിയാലും ഉണ്ട് കേട്ടോ. ക്യാബിൻ ഹൈറ്റ് കൂടിയാലും എപ്പോ നീയോ സമയത്ത് വന്നല്ലേ. ഒടുക്കത്തെ ബ്ലോക്കും ഒടുക്കത്തെ ഇതും രക്ഷയില്ല. ഇത് നമുക്ക് ഹൈറ്റ് കുറവായാലും അത്ര കുഴപ്പമില്ല. അതിന് ബൈക്കുകാരും അങ്ങനെയുള്ള ആൾക്കാരെ കളിയല്ലേ. ആ വണ്ടി അവിടുന്ന് വരേക്കാളും മുന്നേ കിടന്നോട്ടോ. അല്ല, ഇത് കഴിഞ്ഞിട്ട് മതി. ഈ റോഡ് സിറ്റിയുടെ ഉള്ളിൽ ഇത്ര വലിയ തിരക്കില്ല അല്ലേ. ഇത് എൻ്റെ പൊന്ന്, ഇങ്ങനെ ഒരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മാർക്കറ്റിൽ ഇത്ര തിരക്കെന്ന് പറഞ്ഞാൽ റോഡിന്റെ സൈഡില് ഈ കണ്ട തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പരിധിയില്ലേ. ഇന്നത്തോടുകൂടി പച്ചക്കറി ലോകത്ത് മുഴുവൻ അവസാനിക്കുന്ന പോലെ ഇവിടുത്തെ കച്ചവടം. എന്റെ പൊന്നു, നോക്കണപ്പോ തിരക്ക്. അല്ല, ഞാൻ ചോദിക്കണത് ഇത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം മാത്രമാണ് ഇവരിത് മേടിക്കുള്ളൂ.
എന്റെ അജീഷ മെല്ലെ പോയാൽ മതിട്ടാ, അല്ലാണ്ട് എന്തെന്ന് പറയണേ. നോക്ക് തിരക്ക്. മീഡിയേറ്റർ ആയിട്ട് വെച്ചിട്ടുള്ളത് മറ്റേ ബൈക്കുകളാ ഫുള്ള്. മീഡിയേറ്ററിന് പകരം വെച്ചിട്ടുള്ളത് നോക്ക്, 2 റോഡിന്റെ സെന്ററിൽ കൊണ്ട് വെച്ചിട്ടുള്ളതാണ് കാണുന്നത്. ശരിക്കും പെട്ടു എന്ന് പറഞ്ഞല്ലേ, ശരിക്കും പെട്ടു. ആ ഈ ഇത് മൊത്തം പേര് മേടിക്കാതെ. ആ മാങ്ങയ്ക്ക് 50 രൂപയുള്ളൂ, മൂവാണ്ട മാങ്ങയ്ക്ക്, പഴത്തിന്. ആ ചേട്ടന് റേറ്റ് പറഞ്ഞു കൊടുക്കട്ടെ. മെയിൻ റോഡിലേക്ക് കയറിയിട്ടോ, ഇവിടെ വരെ എത്താൻ പറ്റ പാട്. ഈ ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് ആക്കിയിട്ട് വേണം നമുക്ക് പിന്നാലെ ഇങ്ങോട്ട് കയറി വരാൻ. പോരെ 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 പോരെ, വാ 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 വാ. വേണ്ട, ഇതിന് പിന്നിൽ അജീഷും വരുന്നു കേട്ടോ. എളുപ്പമല്ല എൻ്റെ പൊന്നോ, ശരിക്കും പെട്ടു. ചേട്ടനത് കറക്റ്റ് സ്ഥലത്ത് വെച്ചേക്കണേ, കുഴപ്പമില്ല. ഇങ്ങനെ ഇത്ര വലിയൊരു തിരക്കിൻ്റെ ഉള്ളിൽ ഇതേവരെ വന്നിട്ടില്ല കേട്ടോ. ഇത്ര പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തെന്ന് പറയാ, അതേമാതിരി തിരക്കെന്ന് പറഞ്ഞാൽ അതേമാതിരി തിരക്ക്. അയ്യോ, അതിന് പിന്നാലെ പൊക്കോട്ടാ. അജീഷ് വഴി ഓർമ്മയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നത്? അല്ല, ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നു നിങ്ങളുടെ ഉള്ളതൊക്കെ? അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ ഈ വഴിക്ക് നമ്മുടെ ഈ റോഡ് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ വരികയാണെങ്കിൽ RTO പിന്നെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റിൻ്റെ സമയത്ത് H എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ H തന്നെയല്ല QO SO WO എന്ത് സാധനം വേണമെങ്കിലും, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏത് സാധനം വേണമെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റും. കാരണം ആ നെല്ലിക്കുള്ള തിരക്കെന്ന് പറഞ്ഞാൽ പച്ചക്കറി ഇന്നത്തോടെ തീരണ പോലത്തെ ഒരു കച്ചവടവും തിരക്കുമാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ ഉള്ളിൽ. ആൾക്കാർ പറയും 9 മണി കഴിഞ്ഞിട്ട് തിരക്ക് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇന്ന് നെല്ലിക്ക എൻ്റെ പൊന്നോ ജാതി അന്യായം ഇതായി. പ്രൈവറ്റ് ബസ് പോകണമെങ്കിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഫുള്ള് ആളെ കൊണ്ട്. അയ്യോ, എന്തായാലും ഭയങ്കര ഒരു ഇതായി ഇല്ലേ. അജീഷിന്റെ മുന്നിലേക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായി, ബൈക്കാരൻ വന്ന് വീണു ഫ്രണ്ടിൽ വന്നിട്ട്. ഞാൻ ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ നോക്കുമ്പോ എനിക്ക് തന്നെ ഒരു പിടി കിട്ടണില്ല ഇത് ഏതിലെ വണ്ടി പോണേന്നുള്ളത്. കാരണം അതേപോലെ ആൾക്കാരും തിരക്കും ഇതും ബഹളവും. ആ ഒരു രക്ഷയില്ലാത്ത തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഒരുപാട് തിരക്ക് കണ്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു വട്ടം തിരക്ക് കണ്ടല്ല, പൂരത്തിന്റെ ഇടയ്ക്ക് വണ്ടി കൊണ്ട് പോണ പോലത്തെ ഒരു തിരക്ക്. അയ്യോ, എന്തായാലും രക്ഷപ്പെട്ടു. ഇനിയിപ്പോ നമ്മൾ നേരെ കയറ്റുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ട് ഇത്തിരി ദൂരക്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി എത്താം. അവിടെ നിന്ന് അതെ, ഒതുക്കാൻ പറഞ്ഞാൽ അവിടെ തന്നെ ഒതുക്കാനേ, എവിടെ ഒതുക്കണു. ഇനിയിപ്പോ എന്തായാലും കമ്പനിയുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസമായി എന്ന് പറയില്ലേ. ആശ്വാസമൊന്നുമില്ല. ഇനി എപ്പോഴാ നാളെ പുലർച്ചെ അവിടെ കയറ്റി കെട്ടുന്ന മിക്കാറും. ആ അറിയില്ല, ആളവിടെ മെസ്സിൽ കഴിക്കാന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടുന്ന് എല്ലായിടത്തും കഴിക്കാൻ വിട്ടാ നല്ലത്. നമ്മള് തൊട്ടപ്പുറത്തെ കടയിൽ വലിയ എയിമൊന്നും ഉണ്ടായിരുന്നില്ല. ആ വലിയ എയിമുള്ളതൊന്നല്ലായിരുന്നു, ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മൾ കഴിച്ച് അവസാനിപ്പിച്ചതാ. പിന്നെ പൊറോട്ട കഴിച്ചാൽ വൈകുന്നേരം. ഇവിടുന്ന് അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്ക് മേടിച്ച് പോവാം കേട്ടോ. ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയിട്ടോ. അതായത് നമ്മൾ കയറ്റാൻ വന്നിട്ടുള്ള കമ്പനിയുടെ മുന്നിലെത്തി. അപ്പോൾ ഇന്നാൾ വന്നിട്ട് ഫുഡ് കഴിച്ചാൽ അതേ സെയിം സ്ഥലത്തേക്ക് തന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ വേറെ കടകളൊന്നും ഇല്ല തന്നെ, അത് തന്നെ ആശ്രയം. അപ്പോൾ അവിടെ നിന്ന് പോയി കഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നല്ല അനുഭവം ഉള്ളതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 8 മണിയായിട്ടുള്ളൂ. കയറ്റാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുലർച്ചയ്ക്ക് കയറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടന്നിട്ട് വേണം നമ്മൾ ഇവിടേക്ക് വരാനായിട്ട്, എന്ത് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അതേപോലെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ആ വഴിക്ക് ചിന്തിക്കേണ്ടല്ല. അപ്പോൾ ഇന്നലെ കൊണ്ട് വന്ന് കഴിച്ച കട എന്തൊക്കെയോ ബിരിയാണിയൊക്കെ അന്നുണ്ടായിരുന്നു, ഇന്നിപ്പോൾ എന്തിട്ടുള്ളതെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കണം. ഇപ്പോൾ എന്താ ഇവിടെ ദോശയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് കിട്ടി. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞാൽ ഫ്രൈ ആയിട്ടില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടല്ലോ അജീഷ, സാധനം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ചിക്കനൊക്കെ ഇഷ്ടം പോലെ വാരി വലിച്ചിട്ടുണ്ട്. സംഭവം ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ട് ഒരെണ്ണം മതിയായി, അത്രയധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ. കാരണം നിങ്ങൾ വീണ്ടും വണ്ടി ഇട്ട സ്ഥലത്ത് വന്നിട്ട് എന്തോരം വണ്ടികളൊക്കെ കിടക്കുന്നത് വെച്ചാൽ ലോഡ് കാത്തിട്ട്. ഇതൊക്കെ നമ്മുടെ വണ്ടിക്ക് മുന്നേ പോകാനുള്ള വണ്ടിയാണ്. അതായത് ആ നേരെ കാണുന്ന കമ്പനിയിൽ അതിനുള്ളിലേക്ക് വിളിക്കും, അവിടെ മൈക്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് കയറി പോകാൻ വേണ്ടിയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. കുറേ വണ്ടി അപ്പുറത്തുനിന്ന് ലോഡ് കയറ്റി ബാക്കി നമ്മൾ ഇന്നാൾ കൊണ്ടിട്ട പോലെ തന്നെ ബാക്കിയുള്ളത് ഇവിടുന്ന് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വണ്ടികൾ മൊത്തം ഇവിടെ കിടക്കുന്നത്. പേപ്പറിൻ്റെ പോക്കറ്റിലുണ്ട്.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറ്റാൻ. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10-20 വണ്ടിക്കിനും കിടക്കുന്നുണ്ട് മിനിമം. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള വണ്ടി ഒക്കെ നമ്മൾ അവിടെ നിന്ന് ഇനി കയറ്റി വരുമ്പോഴും കുറേ വണ്ടി കിടക്കുന്നുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയം നേരം വെളുക്കും, കുഴപ്പമില്ല. എന്തായാലും ലോഡ് കയറ്റാം നമുക്ക്. ഈ കിടക്കുന്ന വണ്ടിയൊക്കെ കണ്ടോ, പകുതി ലോഡ്, ആ വണ്ടി പകുതി ലോഡ്. ഇതൊക്കെ അപ്പുറത്തെ കമ്പനിയിൽ കയറ്റിയിട്ട് ബാക്കി ആ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണതാണ്. അജീഷ് എന്തായാലും വണ്ടി എടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചിട്ട് നമ്മളും മറ്റേ കമ്പനിയിൽ നിന്ന് കയറ്റാനുള്ളത് കുറച്ച് പോയി കയറ്റിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഒരു അടിപൊളി കളറായിട്ട് കേട്ടോ, ജാതി ഫ്ലോറസെൻറ്റ് പച്ച എന്ന് പറഞ്ഞാലേ എൻ്റെ പൊന്നെ അടിപൊളി. KL 78B സൂപ്പറായിട്ടുണ്ട്. ഈ കമ്പനിയിലേക്ക് വന്ന പല സ്ഥലത്തു നിന്നാണ് കേട്ടോ നമുക്ക് ലോഡ് കയറ്റുന്നത്. ഇത് ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോണ പോലെയാണ് ലോഡ് കയറ്റുന്നത്. പിന്നെ രാത്രിയും പകലൊക്കെ ഫുൾ ടൈം 24 hours ഇവിടെ ലോഡ് കയറ്റി തരുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് രാത്രിയിൽ ലോഡ് കയറ്റുന്ന സ്ഥലങ്ങളിൽ പെട്ടിട്ടുള്ള അപൂർവ സ്ഥലങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതെ, പകല് ചൂടുണ്ട്, അതാണ്. പകല് ഓടുമ്പോൾ ഈ പറഞ്ഞ പോലെ ടയറും ചൂടാവും. അധികം നിർത്തി പോയാൽ മതി നമുക്കതിന്. ഒറ്റയടിക്ക് ലോങ് പിടിക്കാൻ പറ്റിയ വഴിയല്ലല്ലോ. എന്തായാലും നമ്മൾ ലോഡ് കയറ്റാൻ വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, എത്ര മണിക്ക് നമ്മളിവിടെ എത്തിയത്? 8 മണിക്ക് എത്തിയതല്ലേ, 2 മണി. ആകെ 35 ചാക്ക് പോലും കയറ്റിയിട്ടില്ല കേട്ടോ. സംഭവം ഗോഡൗണിൻ്റെ ഉള്ളിൽ വന്ന് കയറ്റി 35 ചാക്ക് കയറ്റാൻ വന്നോർത്തപ്പോൾ 3 സ്ഥലത്തായിട്ട് മാറ്റി ഇട്ട് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേപോലെ തന്നെയാണ് കയറ്റൽ. പിന്നെ നമുക്ക് ഇങ്ങനെയാണെന്ന് മനസ്സിലായത് കൊണ്ട് നമ്മൾ മുൻകൂട്ടി ഫുഡ് അടക്കം കഴിച്ചു വന്നത്. എന്തായാലും അത് നന്നായി, അല്ലെങ്കിൽ പെട്ടുപോയെന്ന് ശരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ കുറേ നേരം കിടന്നിട്ട് കാര്യമില്ല, ഉറക്കം വരുന്നില്ല, കിടന്നുറങ്ങാനും പറ്റണില്ല. വണ്ടിയിൽ ഇടയ്ക്ക് 4 ചാക്ക് കയറ്റിയിട്ട് അപ്പോൾ വണ്ടി ഇളകി. അപ്പോൾ എന്താ പറയുക, ഉറക്കം അങ്ങോട്ട് കണ്ടിന്യൂസ് കിട്ടുന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കയറ്റിയിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ, അടുത്ത സ്ഥലത്ത് നിന്ന് കയറ്റിയിട്ട് വേണം. പിന്നെ ഇത് രാവിലെ ആയാലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നേരെ വെളുത്ത് കഴിഞ്ഞാലുമേ തീരില്ല. അങ്ങനെ 2:15 ആയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 35 ചാക്ക് ഇങ്ങനെ കയറ്റി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇനിയിപ്പോൾ അവിടെ തൂക്കം നോക്കിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ഇനിയിപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഒരു 75 ചാക്കടിയും കയറ്റാണ്ട് അത് കയറ്റിയിട്ട് വേണം ഇനി നമ്മളുടെ ബാലൻസ് നമ്മൾ വന്ന സ്ഥലത്ത് വന്നിട്ട് ബാക്കിയുള്ളത് കയറ്റാനായിട്ട്. നമ്മൾ എത്ര സ്ഥലത്തു നിന്ന് കയറ്റുണ്ട് അവിടെ ഒക്കെ വേബ്രിഡ്ജിൽ കയറ്റി തൂക്കം നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് ഇവിടുത്തെ വേബ്രിഡ്ജിൽ നോക്കി തൂക്കമൊക്കെ നോക്കി ബില്ലും കാര്യങ്ങളൊക്കെ തന്നു. ഇനി നേരെ നമ്മൾ അടുത്ത കമ്പനിയിലേക്ക് പോകണം. ഓരോ കമ്പനി ഇതേപോലെയാണ് കേട്ടോ. ഇതുണ്ട്, വണ്ട സെറ്റപ്പാണ്. ഇപ്പം സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 11:50 ആയിട്ടാണ്. അതായത് 12 മണി ആവാനാണ് പോകുന്നത്. ഇന്നലെ രാത്രി 8 മണിക്ക് ലോഡ് കയറ്റാൻ എത്തിയതാണ് കേട്ടോ ഞങ്ങൾ. എന്നിട്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഫസ്റ്റ് കയറ്റിയിട്ടുള്ള വെറും 35 ചാക്ക് മാത്രമാണ് കയറ്റിയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ സ്ഥലത്ത് വന്നപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സംഭവം, നമുക്ക് ബില്ലടിച്ചിട്ടുള്ള കാര്യം, അതായത് ആ ഐറ്റം അത് ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റോക്ക് വന്നിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2:30-3 മണി ആയപ്പോഴാണ്ട് നമ്മൾ അവിടെ നിന്ന് 35 ചാക്ക് കയറ്റി വന്നതാണ്. എന്നിട്ട് വീണ്ടും ഇത്ര സമയമായി, അതായത് ഒരു 10 മണിക്കൂറിൻ്റെ മുകളിലായി നമ്മൾ ബാക്കിയുള്ള 75 ചാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ആ 75 കയറ്റിയിട്ട് വേണം നമുക്ക് മറ്റത് കയറ്റാനായിട്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ലോഡ് കയറ്റാൻ വന്ന എത്ര സമയം പോലെ നോക്കി, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെയാണ് നമുക്ക് ഇത് കയറ്റാൻ വേണ്ടി മാത്രം വേണ്ടത്. ഈ ഹിന്ദിക്കാർ കണ്ടോ, ഇത് ലോഡ് കയറ്റുന്ന ഹിന്ദിക്കാരാണ് കേട്ടോ. ഈ ഹിന്ദിക്കാർക്ക് ലോഡ് കയറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മളാണ് കൊടുക്കുന്നത്. ഇവരുടെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ ഈ സാധനങ്ങൾ കയറ്റി തരിക എന്നുള്ള ഉത്തരവാദിത്തം ഇല്ല. അത് കയറ്റുണ്ടെങ്കിൽ സാധാരണഗതിക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്ന ആളല്ലേ ഇതിൻ്റെ പൈസ തരുന്നത്, കയറ്റ് കാശ് കൊടുക്കുന്നത്. ഇത് വണ്ടിയുടെ വാടകയിൽ നിന്നാണ് നമ്മളുടെ കയറ്റ് കാശ് എന്ന് പറഞ്ഞ സാധനം പോവുക. അതുപോലെ ഇറക്കുമ്പോൾ ഏറ്റവും വലിയ തമാശ അതാണ്. അതായത് ഈ മേടിക്കുന്ന ആൾ ഈ സാധനം ആളുടെ കടയിൽ ഇറക്കാൻ ഉള്ള പൈസ വരെ നമ്മൾ വണ്ടിക്കാരാണ് കൊടുക്കേണ്ടത്, വണ്ടിക്കാരുടെ വാടകയിൽ നിന്നാണ് കൊടുക്കേണ്ടത്. നല്ല കോമഡിയാണ് കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് പുറത്തു നിന്ന് കാണുമ്പോൾ വളരെ രസകരമായ ഒരു മാറ്ററാണ്. പക്ഷേ ഇത് ഉള്ളിൽ കയറി അനുഭവിച്ചാലാണ് കറക്റ്റ് അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വണ്ടിയുടെ വാടക. അപ്പോൾ പൊതുവെ പറയുമ്പോൾ എല്ലാ ആൾക്കാരും മറ്റൊരു കാര്യം, ഇവിടെ നിന്ന് അവിടേക്ക് എത്ര വാടക എന്നറിയോ, 50,000 രൂപ, 1 ലക്ഷം രൂപയെന്നൊക്കെ പറയും. ഈ 1 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാലും കാര്യം കറക്റ്റ് ഡീസലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കയറ്റ് ഇറക്ക് വരെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ടോളും പോയി കഴിയുമ്പോഴാണ് ഇതിൻ്റെ എത്ര 1000 രൂപ ലാഭം ഉണ്ടെങ്കിലും നമുക്കത് മനസ്സിലാവുക ലാഭം എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല എന്നുള്ളത്.
ഇത് നോക്കിയേ, നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടിക്ക് മാത്രമല്ല കേട്ടോ റിവേഴ്സ് എടുക്കുമ്പോൾ സൗണ്ട് ഉള്ളത്, എല്ലാ വണ്ടിക്കും റിവേഴ്സ് എടുക്കുമ്പോൾ സൗണ്ട് ഹോൺ വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ വണ്ടിക്ക് ആകുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് എടുക്കുമ്പോൾ ബാക്കിൽ വല്ലതൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനായിട്ട് എളുപ്പമാണ്. ഹിന്ദിക്കാർ പൈസയൊക്കെ വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. നോക്കിയേ, അവർ ഓരോ ട്രിപ്പ് കിട്ടി അപ്പോൾ തന്നെ വീതം വയ്ക്കുന്നതുകൊണ്ട് ഇതൊരു ടീമാണ്. ഈ ടീമിന് ഒരു ഹെഡ് ഉണ്ടാവും, അയാളാണ് നമ്മുടെ കയ്യിൽ പൈസ മേടിക്കുക. ഇത്ര രൂപ, അപ്പോൾ നമ്മൾ 35 ചാക്ക് അവിടെ കയറ്റിന് 100 രൂപ മേടിച്ചു നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തത് കയറ്റുമ്പോൾ അതിനുള്ള പൈസ മേടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളുടെ എന്താ പറയുക യൂണിയൻകാരല്ല, പണിക്കാരാണ്. ശരിക്കും കമ്പനിയുടെ പണിക്കാരല്ല. കമ്പനിയുടെ പണിക്കാരാണെങ്കിൽ കമ്പനിയല്ലേ ഇവർക്ക് ശമ്പളം കൊടുക്കുക. ഇതിപ്പോൾ നമ്മളാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ആ വണ്ടിയുടെ മുകളിലൊക്കെ കയറ്റുന്നുണ്ട്. അതേപോലെ നമ്മളുടെ മുന്നേ വന്നിട്ടുള്ളത് 2-3 വണ്ടികൾ കിടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഐറ്റം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കയറ്റണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇപ്പോൾ സമയം 12 മണിയായെന്ന് പറഞ്ഞില്ലേ, ഇനി 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും രാത്രി ആയാലും വേറെ രക്ഷയൊന്നുമില്ല, ഇവിടെ തന്നെ കിടക്കേണ്ട വരും നമ്മൾ. രാവിലെ ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് ബാത്റൂം സൗകര്യമാണ് കേട്ടോ. നല്ല ബാത്റൂമൊക്കെ ക്ലിയറാക്കി കഴുകി ഇന്ന് രാവിലെ തന്നെ ഒരാൾ ക്ലീൻ ആക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾ ക്ലീനാക്കി കഴുകി. അതേപോലെ 2 തൊട്ടി കണ്ടു അവിടെ, അതിൽ ഫുള്ള് വെള്ളമൊക്കെ നിറച്ച് വെച്ച് കുളിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ആ വെള്ള ടാങ്ക് കണ്ടു, ആ വെള്ള ടാങ്കാണ് ഈ വെള്ളം കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ഇതുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴാണ് എവിടേക്കാണ് എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. മറ്റേ സ്ഥലത്ത് നമ്മൾ അപ്പുറത്തെ കമ്പനിയിൽ കയറ്റാൻ പോയപ്പോൾ അവിടെ ഇതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിലുണ്ടല്ലോ, ചില ഭാഗങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ ബാത്റൂമും കാര്യങ്ങളും ഒന്നൊക്കെ ഭയങ്കര മോശമാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓക്കെയാണ്. പുറത്തൊരു ബാത്റൂമുണ്ട്, അത് വണ്ടിക്കാർക്ക് വേണ്ടിയിട്ടുള്ള, ഇത് പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള. പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് കുഴപ്പമില്ല, വണ്ടിക്കാരുടെ അവിടുത്തെ ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ തങ്ങി തല്ലിപ്പൊളിയാണ്. അജീഷൊക്കെ രാവിലെ അവിടെ പമ്പിൽ പോയിട്ടാണ് കുളിച്ചിട്ട് വന്നത്. ഞാനിവിടെ സുഖമായിട്ട് പണിക്കാരുടെ സ്ഥലത്ത് പോയി കുളിച്ചിട്ട് വന്നു. ഒരു കുഴപ്പമുണ്ടായില്ല, കുളിച്ച് ഡ്രസ്സ് മാറി അടിപൊളിയാക്കി. എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം ഈ കയറ്റി കിട്ടാനായിട്ടുള്ള അലച്ചിലുണ്ടല്ലോ, ഇങ്ങനെ ഇരിപ്പ്, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും വലിയ പ്രാന്തനാക്കണമെന്ന് പറയില്ലേ. ഇത് നമുക്ക് വണ്ടി ഓടിച്ച് പോകാനുള്ള സുഖമാണെങ്കിൽ എന്ത് രസമാണ്. ഇതിങ്ങനെ കയറ്റി ഇറക്കി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല കായ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടുന്ന് കയറ്റാനുള്ളത് വെറും 75 എണ്ണം മാത്രമേ ഉള്ളൂ. ഈ 75 എണ്ണത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി 2 മണി മുതൽ നമ്മൾ ഈ കിടന്ന് ഇന്നിപ്പോൾ 1 മണി കഴിഞ്ഞു, 1 മണി വരെ കിടന്നത്. അതായത് 11 മണിക്കൂർ 75 ചാക്കിന് വേണ്ടിയിട്ട്. ഈ 75 ചാക്ക് ഇവർ ഇത്ര നേരം പറഞ്ഞ് ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ സ്റ്റോക്ക് ഇനി ഇവിടെ ആയതിന് ശേഷം ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളവിടെ പിടിച്ച് നിർത്തിയതിൻ്റെ കാരണം. എന്നിട്ട് നമ്മുടെ ബാക്കിൽ വന്ന സകല വണ്ടികളും കയറ്റി. എന്നിട്ട് ഞാൻ ആ ഹിന്ദിക്കാരനെ കയറ്റാൻ വന്ന ഹിന്ദിക്കാരൻ്റെ അടുത്ത് ഇപ്പോൾ വിളിച്ച് ചോദിച്ചു, വയ്യ ഇതിവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണോ നമ്മൾ നിർത്തണത്? അപ്പോൾ ആൾ പറയും, സ്റ്റോക്ക് ഉണ്ട്, സാധനമുണ്ട്, നിങ്ങൾ മുന്നേ വന്ന വണ്ടി മുന്നേ കയറ്റി പറഞ്ഞാണ്, നമ്മുടെ പിന്നീടൊക്കെ വന്ന ദൂരം വണ്ടി കയറ്റി പോയി എന്നറിയും. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രയോറിറ്റി ഉണ്ട്. കാരണം അതായത് സ്ഥിരം വരുന്ന ആൾക്കാരുടെ വണ്ടി ഇപ്പോൾ ഇവിടുത്തെ സൂപ്പർവൈസർമാരല്ലേ, അവർക്ക് പൈസ കൊടുക്കണമെങ്കിൽ അവർ ഫസ്റ്റ് കയറ്റി വിടും, നമ്മൾ ഒന്നും മിണ്ടാണ്ടിരുന്നത് നമ്മുടെ വണ്ടിയൊന്നും കയറ്റില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നപ്പോഴാണ് ഇയാളെ പറഞ്ഞത് അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ നടക്കേണ്ടത്. അപ്പോൾ ഓരോ ആൾക്കാരുകൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് പൈസ കൊടുത്ത് നടത്തുമ്പോൾ ബാക്കിയുള്ളവർ പെട്ടുപോകും, അതാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ 75 ചാക്കിന് നമ്മൾ നിർത്തി ഇങ്ങനെ ചിറ്റിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയില്ല അത് തരാൻ ഒന്ന് കയറ്റി കൊടുക്കുമെന്ന് ചോദിക്കില്ലേ, അതന്നെ സംഭവം. കഴിഞ്ഞു, ഇത്ര ഉള്ളൂ സംഭവമേ. ഇത് കയറ്റാനാണ് 11 മണിക്കൂർ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഒരു അവസ്ഥ കഴിഞ്ഞില്ല ജീഷേ. 11 മണിക്കൂർ കൊണ്ട് 75 ചാക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ നമ്മൾ 50 എണ്ണം കയറ്റി, 75 എണ്ണം കയറ്റാനുള്ളത്. ഇനി ബാലൻസ് കയറ്റാനുള്ളത് അവിടെ നിന്ന് തൊട്ടപ്പുറത്തു നിന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളവരും കയറ്റട്ടെ. ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇനി അടുത്ത സ്ഥലത്ത് പോയി കിടക്കാം. അവിടെ 450 എണ്ണം കണ്ടുണ്ട് കേട്ടോ, 400 എത്രയും കണ്ട് എണ്ണ ഉണ്ട്. അതായത് 25 ടണ്ണ് തികയാൻ ബാക്കി 10 എണ്ണം വേണം. 10 എണ്ണത്തിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ കയറ്റാൻ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് കയറ്റി ഇറങ്ങിയിട്ടൊക്കെ ഇതേ വണ്ടികൾ നോക്കി കുറേ എണ്ണം കയറ്റി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്നലെ വന്നപ്പോൾ ഇതേപോലെ നിറച്ചും വണ്ടികൾ കിടക്കണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇത് മുഴുവൻ ലോഡ് കയറ്റാൻ വേണ്ടി കിടക്കുന്ന വണ്ടിയാണ്. എന്തോരം വണ്ടികൾ കിടക്കണമെന്ന് നോക്കി, ലോഡ് കയറ്റി കിടക്കണതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഇവർക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ. കാരണം നമ്മുടെ ബാക്കിൽ വന്ന വണ്ടിയൊക്കെ ഇവർ കയറ്റി വിട്ടിട്ട് സ്റ്റോക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പിടിച്ച് നിർത്തിയ കാരണം നമ്മളവിടെ മെയിൻ ഗേറ്റ് ഉണ്ട് ഇവരുടെ. ഇവിടെ ഒരു ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റാണ്, പറ്റിയ ആൾക്കാർക്ക് വേഗം കയറ്റി കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ എന്തായാലും ആ മെയിൻ ഗേറ്റിൽ ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ എപ്പോഴാണ് അവർ കയറ്റി കിട്ടുക അത് അറിയില്ല. എന്തായാലും ഇനി ഒരു വെളിവുള്ള സ്ഥലത്തേക്ക് എത്തും ഗോഡൗൺ കഴിഞ്ഞിട്ട്. ഇപ്പോൾ നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോണ സ്ഥലത്ത് കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു അടഞ്ഞ സ്ഥലത്തായിരുന്നു, ഒരു വലിയ ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കയറ്റാൻ പോണത് റോഡ് സൈഡിൽ തന്നെയുള്ള ഫാക്ടറിയുടെ ഉള്ളിലേക്ക്. അതായത് പിന്നെ കുഴപ്പമില്ല. വെയിലാണ്, അടിപൊളിയായിട്ട് വെയിലുണ്ട്. ഈ മരം എന്തിട്ട് ചെയ്യാന്നറിയാം ജീഷേ? ഈ മരം എന്തിനു വേണ്ടിയില്ലാന്നറിയോ?
കരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മരമാണിത്. ഇത് ഇന്നാളും ഞങ്ങൾ പോയപ്പോഴാണ് മനസ്സിലായത്. ആ തൂത്തുക്കുടിക്ക് പോണ വഴിക്കൊക്കെ ഒരുപാട് ഈ മരങ്ങൾ വെട്ടിയിട്ട് കരിയായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ അവിടെ അൽഫാം ഉണ്ടാക്കുന്ന കരിയില്ലേ, അത് ഈ മരത്തിൻ്റെയാണ് ഇവിടുന്ന് വരുന്നത്. അങ്ങനെ കുറേ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. അടുത്ത് നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ലോഡ് കയറേണ്ടത്. അപ്പോൾ നമ്മളുടെ സ്ഥിരം ചായക്കട പോയി എന്താണ് കിട്ടുക എന്ന് ഉച്ചക്കലത്തെ ഫുഡ് എന്ന് നോക്കി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ കഴിച്ചിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ വണ്ടി വിളിക്കാറാവുള്ളൂ എന്ന് വിചാരിക്കാം അല്ലേ. എപ്പോഴത്തേക്ക് കിട്ടുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ചോറിനെ ചോറിനെ പോയിക്കാല്ലേ. ശരിയാ, പണിക്കാർ ചോറിനെ പോയി സമയം കേട്ടോ. ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ ഊണൊഴിച്ച് ബാക്കി എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഊണ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. ഇല കിട്ടിയിട്ടുണ്ട്. ഇലയൊക്കെ എന്തായാലും ബെസ്റ്റ് അല്ല. പിന്നെ ഞാൻ മെയിനായിട്ട് കഴിക്കാൻ തീരുമാനിച്ചത് കാരണം വെച്ചാൽ രസമുണ്ട്, മോര്, പിന്നെ സാമ്പാറുണ്ട്, വേറെ പിന്നെ കേബേജ് കറി. അപ്പോൾ ഇനിയിപ്പം എന്താ പറയുക, വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ രസം വെച്ചിട്ട് മോര് വെച്ചിട്ട് അതിന് ചോറൊന്നും. പിന്നെ അത് തന്നെയല്ല, ഇവിടെ ബിരിയാണിയും കഴിഞ്ഞ് പോയി. പിന്നെ എന്താ വേറെ എന്തൊരു സംഭവം, പിന്നെ ചിക്കൻ റൈസ് ഇന്നലെ കഴിച്ച സാധനം. അപ്പോൾ അതും വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ചോറൊന്നും ഇല്ല. അജീഷും ചോറ് മതി എന്ന് പറഞ്ഞു അല്ലേ. ചോറ് വന്നു കേട്ടോ. ചോറ് വന്നു, പപ്പടം വന്നു, അതേപോലെ തന്നെ അച്ചാറും ഒരു കേബേജ് കറി. പിന്നെ ബാക്കിയുള്ളത് രസവും സാമ്പാറും മോരുമാണ്. ഇനിയിപ്പോൾ രസം സാമ്പാറും മോരും അങ്ങനെ ഒഴിച്ച് കഴിക്കാനേ പറ്റുള്ളൂ. സാമ്പാർ എനിക്ക് ടൈമില്ല. രസം അല്ലെങ്കിൽ മോര് നോക്കട്ടെ. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് ശരിക്കും പറയാം ശ്വാസം മുട്ടിപ്പോലെ. കാരണം ഒടുക്കത്തെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂട്. അതിൻ്റെ ഉള്ളിലൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഒരു കുപ്പി വെള്ളം മേടിച്ച് മുഴുവൻ കുടിച്ചങ്ങോട്ട് തീർത്തു. ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല കേട്ടോ. ആ നിലയ്ക്കുള്ള ചൂടാണ്. ഇത് എന്നിട്ട് ഇത് വണ്ടി കരിമ്പ് കയറ്റി കൊണ്ടുപോകണ വണ്ടി തൊപ്പി വെച്ച പോലെ ഫുള്ള് എൻ്റെ പൊന്നെ പുറത്തേക്കാണ് മുഴുവൻ നീങ്ങണത്. ഇത് എവിടേക്കാണ്? അകലമൊഴിക്കാണെങ്കിൽ പ്രശ്നമാണ്. ഇതിപ്പോൾ അതേ ഇനിയും വരുന്നില്ല. ഇവിടെയൊക്കെ വണ്ടികൾക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് എല്ലാ വണ്ടികൾക്കും ഓട്ടം ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെയാണ് തീരെ ഓട്ടം കുറവ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഓട്ടം ഉണ്ട്, പക്ഷേ ഇവരുടെ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ടത്തിനുള്ള പ്രയോറിറ്റി. നമുക്കൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവർ തമിഴന്മാരുടെ വണ്ടിക്ക് ഓട്ടം ഇല്ലെങ്കിൽ മാത്രം നമുക്ക് വണ്ടിക്ക് ഓട്ടം തരുള്ളൂ ഇവിടെയുള്ള ആൾക്കാർ. അങ്ങനെ നമുക്ക് മനസ്സിലായി. അവിടെ നല്ല പുക കാണുന്നുണ്ട്. അപ്പോൾ എന്തൊരു കാർ കത്തിയെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഫയർഫോഴ്സ് വരുന്നത്. കാർ കത്തിയിട്ട് അതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ ഫയർഫോഴ്സ് ഇപ്പോൾ വരുന്നുള്ളൂ. മെല്ലെ കണ്ടില്ല, അങ്ങനെയൊക്കെ ചെറുതായിട്ട് പുക കാണുന്നുള്ളൂ. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, ഒടുക്കത്തെ വെയില, അല്ലെങ്കിൽ നടക്കായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ബൈക്കിൽ പോയി നോക്കി പോരണ കണ്ടു. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. ഇവിടെ ഒരു മൈക്ക് കണ്ടോ? ഓഫീസിൻ്റെ മുന്നിൽ ഒരു മൈക്കാണ് കേട്ടോ. ഈ മൈക്കിൽ ഇങ്ങനെ വിളിച്ച് പറയും ലോഡ് കയറ്റാനുള്ള വണ്ടികൾ ഗേറ്റിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ വണ്ടി നമ്പർ അതുപോലെ തന്നെ KL 8AZ3554, അതുപോലെ തന്നെ TN 28 AC 8092 ഇങ്ങനെ വിളിച്ച് പറയും. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി പോകാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ഉള്ളിലേക്ക് കയറ്റാൻ പോകും. അപ്പോൾ നമ്മുടെ വണ്ടിയും ഇതിപ്പോൾ തന്നെ പിന്നാലെ തന്നെ കയറ്റാനായിട്ട് ഉള്ളിലേക്ക് പോകാണ് കേട്ടോ. ഇത് കണ്ട കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ വിറക് കൊണ്ടുപോയില്ലേ ബോയിലറിലേക്ക്. അപ്പോൾ ഈ ബോയിലർ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതൊക്കെ ആവശ്യമുണ്ട്, വിറകും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ പോലെ തന്നെ ഇവിടെ പൊടിക്കുന്ന സംഭവം ഇല്ലയെന്നുണ്ട്. വിറക് നേരിട്ടാണ് കത്തിക്കണേന്ന് തോന്നുന്നു. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഈ കമ്പനിയൊക്കെ ഞാനിങ്ങനെ മൊത്തം നടന്ന് കാണുമായിരുന്നു. ഇത് കോഴിത്തീറ്റയുടെ സ്ഥലമാണ് കേട്ടോ. കോഴിത്തീറ്റ, കാലിത്തീറ്റ അതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ലേ, ഫുള്ള് കാലിത്തീറ്റയും കോഴിത്തീറ്റയും അടക്കി വെച്ചിട്ടുള്ളത്. ഇതിന് ഓരോ ഐറ്റങ്ങളുണ്ട്. സ്റ്റാർട്ടർ 1 മാസം വരെയുള്ളത്, 2 മാസം വരെ കൊടുക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ തരം തിരിച്ച് വേണം കയറ്റാനായിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് വണ്ടി ഇത് കയറ്റിയിട്ട് വേണം നമ്മുടെ കയറ്റാനായിട്ട്. ഇത് കണ്ടോ, ചാക്കുകളിലൊക്കെ നിറച്ച് ഒക്കെ ഓരോ കോഴിത്തീറ്റയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് പല ഐറ്റങ്ങളുണ്ട്. ഇത് തുന്നണ സംഭവമാണ്, തുന്നണ മെഷീൻ കണ്ടിരിക്കുന്നത്. വെയിറ്റ് നോക്കി കറക്റ്റാക്കി തുന്നി ചാക്കിൽ കെട്ടി വയ്ക്കും. നമ്മുടെ വണ്ടി അവിടെ കിടക്കണം. ഈ വണ്ടി കയറ്റാനുള്ളതാണ്, അതുപോലെ തന്നെ ഈ വണ്ടി ഇറക്കാനുള്ളതാണ് തോന്നുന്നത്. ഇതിന് ഇറക്കുക ചെയ്യണം. അങ്ങനെ നമ്മുടെ വണ്ടി കയറ്റാനായിട്ട് കേട്ടോ. ആ റെയിലേക്കിടെയാണ് ഇങ്ങനെ ആ സാധനം ഇങ്ങോട്ട് വരിക. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഇടേണ്ടി വരുമല്ലേ. ഇത് പശുത്തീറ്റ, ഇനി കയറ്റാൻ പോണത് കോഴിത്തീറ്റ. അവിടുന്ന് 2 പേര് നിന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റെയിലിലേക്ക്. കണ്ടോ, എന്നിട്ട് അത് നേരെ നമ്മളുടെ ഇതിനകത്തേക്ക് വന്നത് ആ ചേട്ടൻ പിടിക്കും, എന്നിട്ട് അട്ടിയിടും. കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് നിറയ്ക്കും നമ്മൾ. ആ ലോറിയുടെ ബാക്കിലത്തെ ബോഡി തുറന്നതാണ്, പെട്ടുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ലോഡുള്ളപ്പോൾ ഈ സാധനം തുറക്കാൻ പാടില്ല, കാരണം ചാക്ക് ടൈറ്റ് ആവില്ലേ. ഇത് അടയ്ക്കാൻ പറ്റാണ്ട് 1 മണിക്കൂർ ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഇവിടെ കിടന്ന് മെനക്കുണ്ടാവും.
ഇനിയിപ്പോൾ അജീഷ് ചാക്കർക്ക് ഇതിന് നല്ലത്, അല്ലാണ്ട് ഇനിയിപ്പോൾ എങ്ങനെ പോയാലും അടയില്ലത്. കണ്ട ആൾക്കാർ മുഴുവൻ നിന്ന് തള്ളുക, ഡോക്ടറേക്ക് വീഴണ്ടേ. അപ്പോൾ വിട്ടുപോയി എന്താക്കണോ നല്ല ഐഡിയകൾ നോക്കിയിട്ടോ. ഇനി ചാക്ക് ഇറക്കിയാൽ മതി, അതിന് നല്ല 10 ചാക്ക് ഇറക്കിയിട്ട് കയറ്റുക. ആദ്യം നമ്മുടെ കയറ്റിയിട്ടുള്ള ആൾക്കാർ പോയിട്ടാ, അവർ മാറിയിട്ട് ഇപ്പോൾ വേറെ ഐറ്റം കയറ്റാനായിട്ട് ഇപ്പോൾ നേരത്തെ തമിഴന്മാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ആ ഐറ്റം കയറ്റാനായിട്ട് അത് അവിടെ വരെ അവർ കയറ്റുക പച്ച ചാക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പുതിയ ചാക്ക് കയറ്റാൻ വന്നപ്പോൾ ഹിന്ദിക്കാരാണ് കയറ്റുന്നത്. അത് എല്ലാത്തിനും വേറെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ആളോട് കയറ്റണില്ലെന്ന് വെച്ചപ്പോൾ പറയും അത് വേറെ ആൾക്കാർ കയറ്റുന്നു. ഒരു സാധനം അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുകൾ മാറി. പിന്നെ ഈ മിഷീനുള്ള കാര്യം കുറേ സമാധാനം ഉണ്ട് കേട്ടോ. അവരുടെ കയറ്റിലിറക്കലൊക്കെ ഉണ്ട്, എന്ത് അനായാസമായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് നോക്കി. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന് കൊണ്ടുവന്ന് കയറ്റി വയ്ക്കുകയാണെങ്കിൽ പണി കണ്ടമാനുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിലേക്ക് കയറി പോകണം, ഇവിടുന്ന് എടുത്ത് വയ്ക്കൽ മാത്രമേ ഉള്ളൂ. ആ വണ്ടിയിലും അതേപോലെ നമ്മുടെ വണ്ടിയിൽ കയറ്റാൻ പോലെ തന്നെ കയറ്റണ്ടായി 350-400 ബാഗ് കൊണ്ട് കയറ്റാണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് കയറ്റി തീരട്ടെ, എന്നിട്ട് വേണം പുറത്തിറങ്ങി എന്തെങ്കിലും ചായയെങ്കിലും കുടിക്കാൻ. ആ സത്യം പറഞ്ഞാൽ ചോറുണ്ടത് തന്നെ വെളിപ്പായതുകൊണ്ട് തന്നെ ഒരു ത്രില്ല് കിട്ടിയില്ല. ആദ്യം അവിടെ നിന്ന് കയറ്റിയിട്ടുള്ള ആൾക്കാരില്ലേ ശരിക്കും അടക്കാത്തതുകൊണ്ട് സാധാരണ നമ്മൾ 10 അട്ടി വീഴേണ്ടത് നമ്മുടെ വണ്ടിയുമേ 9 അട്ടിയേ വീണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേരം വീണ്ടും മുകളിലേക്ക് കയറ്റേണ്ട വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ടണ്ണ് കുറവായിട്ട് തന്നെ 25 ടണ്ണ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്ര ഹൈറ്റ് വന്നു കേട്ടോ വണ്ടി ടോട്ടല്. ഇനിയിപ്പോൾ എന്തായാലും അജീഷ് പറഞ്ഞൊന്ന് കെട്ടാം, സൈഡ് കയ്യോടെ തന്നെ ഉൾക്കെട്ട് കെട്ടാം, പുറം കെട്ട് പിന്നെ അവിടെ പൈസ കൊടുത്തിട്ട് നമ്മൾ കെട്ടിക്കുകയും ചെയ്യണം. അപ്പോൾ ഉൾക്കെട്ട് കെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ കയറിയിട്ടുണ്ട്, പിന്നെ പായയും കയറും ഇട്ടേട്ടാ. അങ്ങനെ നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള കയറ്റിൽ കഴിഞ്ഞു കേട്ടോ. അത് തന്നെയല്ല നമ്മൾ കയറിട്ടിട്ട് ഒരേ ഒരു കെട്ട് ഉള്ളിക്കട വലിച്ച് കെട്ടുകയും ചെയ്തു. ഇനി നമുക്ക് നേരെ അപ്പുറത്തേക്ക്, ഇനി തൊട്ടപ്പുറത്താണ് കയറ്റുന്നത്, അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് സ്ഥലം ഇവിടെ നിന്ന് കയറ്റി ഒരു 80 ചാക്ക് കടി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞത് ഇവിടെ തൂക്കം നോക്കുക, തൊട്ടപ്പുറത്ത് കൊണ്ടുവന്ന് പായ കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടികൾ അങ്ങോട്ട് ഇന്നത്തെ തീരുമെന്ന് പറഞ്ഞ പോലത്തെ കേസായിട്ടോ. അപ്പോൾ അവിടുന്ന് ഫുള്ള് ലോഡ് കയറ്റി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഉള്ളിലേക്കുള്ള കയറിട്ട് കെട്ടും കഴിഞ്ഞു. ഇനി ഇതേ ഇവിടെ നിന്ന് തൂക്കം നോക്കട്ടെ കേട്ടോ. എൻ്റെ പൊന്നെ കയറ് വലിച്ചിട്ട് നോക്കിയാൽ കയ്യിലെ പണി കഴിഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ അവിടെ പായ കെട്ടാൻ ആളുണ്ട്, പക്ഷേ ഉൾക്കയറ് നമ്മൾ തന്നെ കെട്ടണേ. അപ്പോൾ പിന്നെ മോളിൽ നിന്ന് അവിടെ ഇട്ട് വരുമ്പോൾ ഒന്നും വലിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നേരെ തൂക്കം നോക്കട്ടെ. വണ്ടിയുടെ കയറ്റലും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളുടെ ബില്ലിൻ്റെ കയറ്റലല്ല കൊണ്ടുപോയി സീൽ വയ്ക്കലും പരിപാടി അതുപോലെ തന്നെ ഇതാക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ആ വക പരിപാടിക്ക് പോയി ചെയ്താൽ അവിടെ സൂപ്പർവൈസറുടെ അടുത്ത് പോയിട്ട് ആ സംഭവം ചെയ്ത് ശരിയാക്കി ബില്ലാക്കി കൊണ്ടുവന്നതിന് ശേഷം വേണം നമുക്ക് വേ ബ്രിഡ്ജിൽ കൊണ്ട് കൊടുക്കാൻ. അത് കൊണ്ട് കൊടുത്തത് അയാളൊരു പേപ്പർ തന്നു കഴിഞ്ഞിട്ട് ആ പേപ്പർ കൊണ്ട് വേണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് മറ്റേ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് പോയി ബില്ലടിക്കാനായിട്ട്. ആ ബില്ലടിച്ചിട്ട് വേണം നമുക്ക് പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ഫുള്ള് പായൊക്കെ ഫുള്ളായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ. കുറേ നടക്കാണ്ട് ഇതിൻ്റെ ഉള്ളിക്കട ഇതിലെ പോയി കുറേ നമ്മൾ ആദ്യ പ്രാവശ്യം വന്നിട്ടുള്ള കാരണം എല്ലാം പഠിച്ചു. പക്ഷേ ഫസ്റ്റ് പ്രാവശ്യം വരികയാണെങ്കിൽ ശരിക്കും മെൻ്റലാവണ കേസാണ്. ഇപ്പോൾ 2ാം പ്രാവശ്യം ആയി കാരണം ഇവിടേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എവിടെയാണ് ഓഫീസിൽ നിന്നും തിരയേണ്ട ആവശ്യമില്ല, ആദ്യം പോയ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവുക. അതേപോലെ ആദ്യം കയറ്റാൻ വന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് തപ്പി നടക്കേണ്ടതെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം കയറ്റിയതുകൊണ്ട് എല്ലാം ആദ്യത്തെ ഒരു പ്രാവശ്യമാണ് നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് വരിക. പിന്നെ ചെല്ലുമ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അതിനകത്തേക്ക് അങ്ങോട്ട് സിങ്കാവും. അല്ലാണ്ട് ഈ ഒരു ഫീൽഡാണ് തുടർന്ന് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക അറിഞ്ഞിരിക്കുന്ന നല്ല ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ അനുഭവങ്ങളാണല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് നേരെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടോ. വണ്ടി തൂക്കം നോക്കി അജീഷ് പായ കെട്ടണോടത്തേക്ക് എടുത്ത് മാറ്റിയിട്ടിട്ട് ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കണം. കാരണം ഞാൻ പോയി ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിപ്പോൾ വന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ബില്ലും കാര്യങ്ങളും കിട്ടി. അതേ നമ്മുടെ വണ്ടി പായ കെട്ടിക്കൊണ്ടിരിക്കുന്നു. പായ കെട്ടാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റാണ് നമ്മുടെ പായ ഈ സൈഡും ആ സൈഡും എത്താൻ ചാൻസ് ഉണ്ട്. കാരണം ഓവർ ഹൈറ്റ് ഇല്ല. നോട്ടെ ഈ സൈഡ് എത്തിയിട്ടുണ്ട്, 2 സൈഡും കറക്റ്റാണ്. അത് കാരണം പേടിക്കാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഓവർ ഹൈറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പായ ഇതേപോലെ തന്നെ ബോഡിയുടെ തൊട്ട് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ 2 പായ ഇറേണ്ടി വരും. ഇത് പിന്നെ അത് കുഴപ്പമില്ല. 2 സൈഡ് എത്തിയില്ലേ, ആവശ്യം പോലെ ആയില്ലേ, കറക്റ്റ് പായല്ലേ. എനിക്കറിയാം, ഇത് ആദ്യം ഇട്ടപ്പോൾ ഇതേപോലെ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അടിയിൽ ഈ 2 ചാക്ക് കൂടുതലുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ആ കൂടുതലുള്ള സ്ഥലത്ത് എത്താണ്ട് വന്നപ്പോഴാണ് അടിപ്പായ ഇട്ടിട്ടുണ്ടായിരുന്നത്. അടിയിലൊരു പായ ഇട്ട് ആ ഗ്യാപ്പ് കാണാണ്ടിരിക്കാൻ. അപ്പോൾ അത് തന്നെ ഇത് വേറെ ഇവിടെ മുകളിൽ പൊക്കം 2 ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായി. ബില്ല് മേടിച്ചിട്ട് വരാം. ബില്ല് ഇപ്പോൾ ഒരു ടച്ച് കിട്ടിയതിൻ്റെ അടുത്ത ബില്ല് മേടിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും ബാക്ക് കാര്യങ്ങളെല്ലാം ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് കാണാൻ ഭംഗിയുണ്ടാവും. കെട്ടൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ അടിപൊളിയായിട്ട് കെട്ടുണ്ട് ഹിന്ദിക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. ഇനി ബില്ല് സെറ്റ് ചെയ്യട്ടെ. ഇനി പോയിട്ട് അടുത്ത ബില്ലുകൾ സാധനങ്ങൾ സെറ്റ് ചെയ്യണം. പണിയുണ്ട് കേട്ടോ ഗൈസ്. ഇന്നലെ
വൈകുന്നേരം 8 മണിക്ക് എത്തിയ ഞങ്ങളാണ്. എത്ര മണിയായി സമയം നോക്കിയേ. അപ്പോൾ രക്ഷയൊന്നുമില്ല. ഇനി പോയിട്ട് ബില്ല് അടിച്ച് ഇന്ന് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ബില്ലൊക്കെ അടിച്ച് കിട്ടുമ്പോൾ ഒരു 6 മണിക്കൊക്കെ കിട്ടുമായിരിക്കും. ഇപ്പോൾ ഒരു 5-5:45 6:30 ആകുമ്പോഴേക്കും കിട്ടുമായിരിക്കും മിക്കവാറും. നേരെ ഓഫീസിലേക്ക് പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി, ബില്ലാവുമ്പോൾ പറയാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അങ്ങോട്ട് പോരെ, വണ്ടിയുടെ പായൊക്കെ കെട്ടി നിർത്തിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല. ഞാൻ തിരിച്ചു പോകുന്നു. കുറച്ച് നേരം അവിടെ നിന്നു. പെട്ടെന്ന് ചെയ്ത് തരുമോ? പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ഞാൻ ഇപ്പോൾ കൊടുക്കാം. വെയിറ്റ് പണ്ണുമ്പോൾ ഇത് നോക്കിയാൽ ഈ വണ്ടിയുടെ ബാക്കിലത്തെ 2 വീല് 4 വീല് പൊങ്ങി നിൽക്കണം. സാധാരണ വണ്ടിയിലൊക്കെ 2 വീലല്ലേ, ആ സൈഡിൽ ഒരെണ്ണം ഈ സൈഡിൽ ഒരെണ്ണം പൊങ്ങി നിൽക്കുള്ളൂ. ഇത് 2 എണ്ണം. അപ്പോൾ ഇതിപ്പോൾ എത്ര വീലാണ്? 2, 4, 6, 2, 8 16 വീലാണ് കേട്ടോ. ഒന്നേ ടിപ്പറിൻ്റെ ബോഡിയാണല്ലോ ഇതിൻ്റെ. നമ്മുടെ വണ്ടി പായത് ഭംഗിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നു, അടിപൊളിയായിട്ട്. കുറേ ആൾക്കാർ പായ കെട്ടണ വീഡിയോ കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഈ പ്രാവശ്യം പായ കെട്ടുന്ന വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളല്ലല്ലോ കെട്ടുന്നത്. അപ്പോൾ അത് കാരണം സുഖമായിട്ട് പായ കെട്ടണത് കാണിക്കാം. ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഒരു ക്യാൻറ്റീനായിരുന്നു. പക്ഷേ ഇന്നത് ഓപ്പൺ അല്ല, എന്താണെന്നുള്ളത് അറിയില്ല. നല്ല ഭംഗിയിൽ പ്ലൈവുഡ് കയറ്റിയ പോലെ നമ്മുടെ ലോഡ് ഈ പ്രാവശ്യത്തെ കെട്ടി ഭംഗിയാക്കിയിട്ടുള്ളത്. അടിപൊളിയായി. എന്നാലും കാണുമ്പോൾ തന്നെ ഒരു ഭംഗി. പിന്നെ ഇനിയിപ്പോൾ ചുരമല്ലേ നമ്മൾ കയറാൻ പോണേ. ചുരം കയറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പാടില്ലേ, നല്ല ടൈറ്റായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മളുടെ ഈ പ്രാവശ്യത്തെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലേക്കാണ്. അപ്പോൾ എന്താ പറയുക, വയനാട്ടിലേക്ക് പോകാനായിട്ട് ആദ്യം ആ ലോഡ് വന്നപ്പോൾ നമ്മൾ വേണ്ടാന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ എന്താ പറയുക, വേറൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ സെറ്റാക്കിയത്. വേറൊന്നല്ല, നമുക്ക് ചുരം കയറിയിട്ടുള്ള ഓട്ടം വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഡീസൽ മൈലേജ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേ വാടകയും വലിയ കാര്യമായിട്ടൊന്നും കൂടുതലൊന്നും ഇല്ല. നമ്മളിപ്പോൾ എന്താ പറയുക, എറണാകുളം അല്ലെങ്കിൽ ആലുവ ആ സൈഡിലേക്ക് പോകണേ വാടക തന്നെ ആവണുള്ളൂ ഈ ചുരം കയറിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ വേറെ ഒന്നും കിട്ടാത്ത കാരണം അത് തന്നെ സൈസാക്കി. അപ്പോൾ ഇത് ഭായിമാർ കെട്ടി അടിപൊളിയാക്കട്ടെ. കണ്ടു, ഇതിവിടെ കെട്ടാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ 400 രൂപ കണ്ട് മേടിച്ചെന്ന് കൊണ്ടിട്ടോ. നല്ല പൈസയാണ്. 400 300 എത്രയാണോ എന്നൊന്നും ഓർമ്മയില്ല. ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത് ഇനി പേശണം. കഴിഞ്ഞ പ്രാവശ്യം പേശിയിട്ട പൈസ കുറച്ച് തന്നെ. വലി ടൈറ്റ് മുകളിൽ കെട്ടാൻ വലിക്കും, അപ്പുറത്തെ സൈഡിലേക്ക് പോവും. പണിയുണ്ട് കെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കെട്ടി കെട്ട കയ്യിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. വലിച്ചിട്ട് ബാക്ക് നല്ല ഒതുക്കിയിട്ടാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. കാരണം പുറത്തേക്ക് പ്രൊജക്ഷൻ ഇല്ല. കാരണം ലോഡ് കയറ്റുമ്പോഴല്ല, നമ്മൾ കയറുന്ന സമയത്ത് ഇങ്ങോട്ട് ബാക്കിലേക്ക് ചായവായിട്ട് ലോഡ് കയറ്റാൻ പാടില്ല, ഇങ്ങനെ ചിരിച്ചിട്ടേ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ലേശം ഫ്രണ്ടിലേക്ക് തള്ളി വെച്ചത്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പവും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇനി വട്ടം കിട്ടും ബാക്ക്. ഉണ്ടോ, വട്ടം ഒരു കയറ് വലിച്ചു കൊണ്ടുപോയി. ഈ കയറ് ഇനി ഇത് ചുറ്റും. ഇനി പായ ചുറ്റി ഉള്ളിലേക്ക് വെച്ച് ഭംഗിയാക്കും. അത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രം. വട്ടം കൊണ്ടുപോയി അവിടെ ചെന്ന് കണ്ടോ കുടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഒരു 3-4 വട്ടം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രോസായി. പിന്നെ ഇങ്ങോട്ട് തള്ളിപ്പോരില്ല. അങ്ങനെ മുകളിലേക്ക് കയറ്റി തട്ടി. അപ്പോൾ ഒരു ക്രോസ് കിട്ടി. എന്നിട്ട് വട്ടവും കൂടി കിട്ടും. ഇപ്പോൾ വട്ടം കെട്ടിയിട്ട് നീളനെ ക്രോസ് കിട്ടും കേട്ടോ. ഇത് അവിടെ ഒരു വണ്ടിയുടെയും കെട്ടേണ്ട അതേപോലെ തന്നെ കണ്ടില്ലേ. ഇവിടെയുള്ള വണ്ടിക്കൊക്കെ പായ കെട്ടിത്തരും. സാധാരണ ഡ്രൈവർമാർ ഒറ്റയ്ക്ക് വരുന്നതൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. വേണ്ട, ഇത് ഇവിടെ കമ്പനി വണ്ടി തന്നെയാണ് കേട്ടോ. കമ്പനി വണ്ടിയിൽ ചോളം കൊണ്ടുവന്നിട്ടില്ല, ചോളപ്പൊടി. അതിപ്പോൾ അവിടെ വെറുതെ തട്ടാനാണെന്നുണ്ട്. ടിപ്പറാന്ന് തോന്നുന്നുണ്ട് കേട്ടത്. അത് ടിപ്പറല്ല കേട്ടോ സംഭവം. ബോഡി തുറന്നിട്ട് വലിച്ചു തരുന്ന സാധനമാണ്. ഞാൻ വിചാരിച്ച ടിപ്പറാവുന്നു. ടിപ്പറിൻ്റെ പോലത്തെ ബോഡിയാണ്. പക്ഷേ ബാക്ക് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് മെല്ലെ ചാടും. നമ്മുടെ കഴിഞ്ഞോ? നമ്മുടെ ക്രോസൊക്കെ കെട്ടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എല്ലായിടത്തും വലിച്ച് 2 കെട്ടൊക്കെ കെട്ടി ഫുൾ ഓക്കെ കഴിഞ്ഞില്ല രജീഷേ? ഫിനിഷ്. വട്ടടിക്കാണ്ട് ഇനി വട്ടം ഇവർക്ക് ഇനി അഡീഷണൽ നമ്മുടെ വക ഒരു കെട്ടുകടി പറഞ്ഞു കൊടുക്കണം. ഇവരിവിടെ സ്ഥിരം കെട്ടണമെന്നാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലാണ് നമുക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു കെട്ടി തീരാറായി സംഭവം. അതുപോലെ തന്നെ ഇവിടെ ചോളം ഇറക്കി കഴിയാറായി. ഞാനാണെങ്കിൽ നേരെ വീണ്ടും ഓഫീസിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അത് ടിപ്പറല്ല കേട്ടോ സംഭവം. ബോഡി തുറന്നിട്ട് വലിച്ചു തരുന്ന സാധനമാണ്. ഞാൻ വിചാരിച്ച ടിപ്പറാവുന്നു. ടിപ്പറിൻ്റെ പോലത്തെ ബോഡിയാണ്. പക്ഷേ ബാക്ക് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് മെല്ലെ ചാടും. നമ്മുടെ കഴിഞ്ഞോ? നമ്മുടെ ക്രോസൊക്കെ കെട്ടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എല്ലായിടത്തും വലിച്ച് 2 കെട്ടൊക്കെ കെട്ടി ഫുൾ ഓക്കെ കഴിഞ്ഞില്ല രജീഷേ? ഫിനിഷ്. വട്ടടിക്കാണ്ട് ഇനി വട്ടം ഇവർക്ക് ഇനി അഡീഷണൽ നമ്മുടെ വക ഒരു കെട്ടുകടി പറഞ്ഞു കൊടുക്കണം. ഇവരിവിടെ സ്ഥിരം കെട്ടണമെന്നാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലാണ് നമുക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ.
അപ്പോൾ എന്തായാലും ഇവർ കെട്ടി തീരാറായി സംഭവം. അതുപോലെ തന്നെ ഇവിടെ ചോളം ഇറക്കി കഴിയാറായി. ഞാനാണെങ്കിൽ നേരെ വീണ്ടും ഓഫീസിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. ഇത്ര നേരം നിന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ എനിക്കത് ടിപ്പറാന്നുള്ളത് മനസ്സിലായത്. കാരണം അതിൻ്റെ ഫ്രണ്ടിലത്തെ കുറ്റി ഞാൻ വിചാരിച്ച വെറുതെ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അത് അതിൻ്റെ സിസ്റ്റം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. സാധനം പൊക്കി ഫുള്ള് ചോളം അവിടെ തന്നെ തട്ടിയിട്ടാണ്. അത് മൊത്തം ഒരു അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പൊടിച്ചിട്ടാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് ചെന്ന് വീഴുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പായ എല്ലാം കെട്ടിക്കഴിഞ്ഞു. അജീഷ് കുളിക്കാൻ പോയതായിരുന്നു. കുളിയും കഴിഞ്ഞ് വന്നു. ഞാൻ കുളിച്ചില്ല കേട്ടോ. ഞാൻ ഉച്ചയായപ്പോൾ നല്ല അടിപൊളി വെള്ളത്തിൽ കുളിച്ചതാണ്. ഇങ്ങനത്തെ വെള്ളം അത്ര നല്ലതല്ല. അജീഷ് രാവിലെ ഒന്ന് കുളിച്ചതാണ്. പക്ഷേ അവൻ ഈ പണിക്ക് പുറത്ത് നിന്ന് കാരണം രണ്ടാമതൊന്ന് കുളിച്ചു. അപ്പോൾ എന്താ പറയുക, ഇനി നേരെ നമ്മൾ വയനാട്ടിലേക്കാണ് പോണത്. നമ്മുടെ വണ്ടി ഇതേ ഇവിടുന്ന് ലോഡ് കയറ്റി ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് അങ്ങനെ ലോഡ് കയറ്റി ഇറങ്ങി. അപ്പോൾ ഇനി നേരെ വയനാട് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ വയനാട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത വീഡിയോ നമുക്ക് കാണാം. വീഡിയോ എല്ലാവരും പറഞ്ഞ ലെങ്ത് ഭയങ്കര കൂടുതലാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെങ്ത് അങ്ങോട്ട് കുറച്ച് നമ്മൾ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ 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 ബൈ. അജീഷ് എന്തെങ്കിലും പറയാൻ അതന്നെ. അപ്പൊ അജീഷ് വയനാട്ടിലെ വിശേഷങ്ങൾ പറയാം. അടുത്ത വീഡിയോ വയനാട് വീഡിയോ കാണാനായി എല്ലാവരും അത് വയനാട്ടിൽ ചൂടില്ല. ആ വിശേഷമൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ, വയനാടുകാർക്ക് അല്ലാത്ത ആൾക്കാർക്ക്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.